എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നും പാചകം തന്നെയാണ്. അപ്പം ഇത് ഞായറാഴ്ചയാണ്. അപ്പം നമുക്ക് ഒരു ഇച്ചിരി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ നേരത്തെ അപ്പം ഈ ബിരിയാണി അരി കുറച്ച് ദിവസം മേടിച്ച് വെച്ചേക്കണം കേട്ടോ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചത്തോളം ആയിട്ടുണ്ടാവും. അപ്പം ഇന്ന് എന്തായാലും ഞായറാഴ്ച ചിക്കനോ ബീഫോ എന്തെങ്കിലും വാങ്ങുമല്ല. അപ്പം ഇന്ന് ഞാൻ പിന്നെ ബീഫ് വാങ്ങേണ്ട, ചിക്കൻ മേടിക്കും. നമുക്കിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആക്കാം. അരി ഇരിപ്പുണ്ടായിരുന്നത്. അപ്പം ഞാനിവിടുത്തെ ഇന്നിപ്പോൾ ഇത് 1/2 കിലോനുള്ളോട്ട് ഈ അരി. അപ്പോൾ നമുക്ക് 2 നേരത്തൊക്കെ തികയില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങിട്ട് കറി വെച്ച രാത്രിത്തേക്കാകും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് കഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചോറ് വെന്ത് തണുത്ത് കഴിയുമ്പോഴത്തേക്കേ അത് നല്ല ഇതായിട്ടിരിക്കും. പിന്നെ പെട്ടെന്ന് നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ സുഖമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വേവിച്ച് ഊറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് അവസാനം കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ തുടങ്ങാം. അരിയേ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുതിരട്ടെട്ടാ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കൻ എടുത്ത് കഴുകി വെക്കാം. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ആക്കിയ ചിക്കൻ, കാരണം എനിക്ക് സ്റ്റീലിൻ്റെ ഊട്ടപാത്രം അരി ഊറ്റി വെക്കാനായിട്ട് വേണം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് നമുക്കിത് മസാലയൊക്കെ പുരട്ടി വെക്കാം. നമുക്ക് ആദ്യം അടുപ്പത്തേക്ക് വെള്ളം വെക്കാം. തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാനിതേ ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഈ അരി വെള്ളമെല്ലാം കളഞ്ഞു. ചിക്കനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ പേസ്റ്റായിട്ട് അടിച്ച് വെക്കാത്തതുകൊണ്ടിട്ടാണ് ഈ കല്ലായിട്ട് അരച്ചെടുക്കണതേ. മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ കളറൊന്നും നമ്മളിതിൽ ചേർക്കണില്ലേ. കുരുമുളക് പൊടി, വെള്ളം തിളച്ചിട്ട്. അപ്പം നമ്മുടെ ലിസിയമ്മ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി തിളച്ചു പോയി. അല്ലേ മസാല പറ്റണ നേരത്ത് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായി. അപ്പോൾ തന്നെ ഗേറ്റ് കൊട്ടുന്ന സൗണ്ട് കേട്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ ലിസിയമ്മയായിരുന്നു. അങ്ങനെ അമ്മനെ അവിടെ ഇരുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള ബാക്കി മസാല ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കോൺഫ്ലവർ, മൈദ, ഒരു മുട്ട, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മറ്റേ നമ്മുടെ സോസ് ഇടണമല്ല, സോയാ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാനതൊക്കെ എടുക്കട്ടെ കേട്ടോ. മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ പൊടി, ഇനി ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പുറത്ത് അവരെല്ലാവരും സംസാരിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ മൈക്കും വെച്ചിട്ടില്ല. മൈക്ക് വെച്ചിട്ടില്ലെന്നല്ല കേട്ടോ, മൈക്ക് എനിക്കില്ല. അത് വേറെ കാര്യം. അത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ തന്നെ ഇനി സംസാരിക്കാം, കാരണം നല്ല സംസാരമാണ് പുറകിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കണതും അതും എല്ലാം കൂടി മിക്സ് ചെയ്ത് മറ്റേതൊക്കെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതേ മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് സോയ സോസൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടപ്പത്ത് അരി കഴുകി ഇട്ടിട്ടുണ്ട്. ആ അരി ഊറ്റി വെച്ചത് ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് വെള്ളം തിളച്ചപ്പോഴത്തേക്കും. അപ്പോൾ ചോറൊന്ന് ഇടക്കിടക്ക് നോക്കി കൊടുക്കണം. നല്ല വെന്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പായസമായിട്ട് കഴിക്കാനേ പറ്റുള്ളൂ. ഫ്രൈഡ് റൈസിൻ്റെ ചോറിൻ്റെ കാര്യം അറിയാമല്ലോ, വെന്തതും വേവാത്തതുമായ പോലെ രണ്ടിൻ്റെ ഇടക്കായിട്ടുള്ള ഒരു തരത്തിൽ നമുക്ക് കിട്ടണം. കാരണം ഞാനിത് ഊട്ടപാത്രത്തിലോട്ട് ആക്കി വെക്കുന്നത് കൊണ്ടിട്ട് കറക്റ്റ് പരുവത്തിൽ വേവിച്ചെടുത്തിട്ട് ഊട്ടപാത്രത്തിലോട്ട് ആക്കാമെന്ന് കരുതി. അല്ലാതെ നമ്മൾ ചോറ് ചരിച്ചിടുന്നത് പോലെ ചരിച്ചാണ് ഇടണമെങ്കിൽ ഒരു വേവ് നിർത്തിയിട്ട് വേണം കേട്ടോ ചരിച്ചിടാനായിട്ട്. അല്ലെങ്കിൽ അതവിടെ ചരിച്ചിടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലിടുന്നത് വേവും. അപ്പോൾ അതേ ചിക്കനിൽ ഞാൻ മസാലയൊക്കെ പറ്റി അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് ഞാൻ വെന്താന്നൊന്ന് നോക്കണേ കേട്ടോ.
അപ്പോൾ അമ്മ വന്നപ്പോഴത്തേക്കുമേ പാവം അവിടുത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആൻറ്റിനോടൊരു കാര്യം വേണ്ടി ഫോൺ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നതാണ്, ഫോൺ വിളിക്കാനായിട്ടേ. പാവം അത് നടക്കാൻ പറ്റണില്ല, എന്നാലും എങ്ങനെയൊക്കെയോ നടന്നിവിടെ വന്ന്. അപ്പോൾ ഞാനൊരു ചായ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പാല് വാങ്ങിക്കൊണ്ടുവന്ന് ചായക്ക് വെച്ചതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. അത് ഞാൻ ഊട്ടപാത്രത്തിലോട്ട് ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറ്റുന്നത് പോലെ ഒന്ന് കൊട്ടിയിട്ട് നമുക്കതവിടെ മൂടി വെച്ചേക്കാം. അപ്പോൾ അതവിടെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ചോറ് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി പച്ചക്കറികളൊക്കെ അരിയണം. ക്യാപ്സിക്കം അതൊക്കെ ഇന്നലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാപ്സിക്കമൊക്കെ നമ്മൾ ഇന്ന് ചിക്കൻ വാങ്ങാമെന്ന് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോൾ അരി ഇരിപ്പുണ്ടാകുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പച്ചക്കറികളൊക്കെ വാങ്ങി വെച്ച്. പക്ഷേ ഒരു സാധനം മാത്രം നമുക്ക് കിട്ടിയില്ലെന്നേ, മറ്റേ നമ്മുടെ ആ സ്പ്രിങ് ഒണിയൻ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്ത് ആ നേരം കൊണ്ടൊന്ന് പുറത്തേക്ക് വെക്കാമെന്ന് കരുതിയിട്ട് ചായപ്പൊടി ഇട്ടിട്ട്, പാലിലോട്ട് ചായപ്പൊടി ഇട്ടിട്ട്, എൻ്റെ ദൈവമേ ഫ്രിഡ്ജൊന്ന് തുറന്നതാണ്, ആ പാൽ തിളച്ച് മൊത്തം അടപ്പത്ത് വീണ്. നമ്മൾ അത് അത്ര നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും തിളക്കില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഉള്ള പറ്റണത് നോക്കി നിൽക്കുമ്പോൾ തിളക്കില്ല. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാമോ അപ്പം തന്നെ അത് തിളച്ച് പൊന്തി അവിടെയൊക്കെ നാശമാകും. അപ്പോൾ ഞാൻ അതൊന്ന് നേരത്തെ അതെല്ലാം തിളച്ച് പോയി. ഇനി പിന്നെ മൊത്തം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. പാലൊക്കെ ഒലിച്ചെല്ലാം അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അമ്മക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്ത ശേഷം പച്ചക്കറികൾ അരിയാമെന്ന് കരുതി. രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ടി വേണ്ട കേട്ടോ. കുറച്ച് ഇങ്ങനത്തെ സ്പ്രിൻ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാനായിട്ട് ആൾക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ കഴിക്കണത് രാവിലെ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ അത് കഴിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അതും കേൾക്കാൻ കഴിയില്ല. എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരുമെന്നും പറഞ്ഞിട്ട് അവിടെ വാതിൽ തുറന്നിട്ടിട്ടാണ് വന്നേക്കണമെന്നും പറഞ്ഞിട്ട് ഇത് ഇറങ്ങണം എന്നിട്ട് ആൾ. അങ്ങനെ ദേ അമ്മയൊക്കെ ടാറ്റയും പറഞ്ഞ് പോകണുണ്ട്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഒറ്റയ്ക്ക് നടന്ന് വരണ്ടേന്ന് പറഞ്ഞിട്ട്. പച്ചക്കറികളൊക്കെ അറിയാനുണ്ട്. അപ്പോൾ ചിക്കനും കൂടെ വറക്കാനിട്ടേ പച്ചക്കറികളും ക്യാപ്സിക്കും സവാളയും ഒക്കെ എല്ലാം നന്നാക്കി എടുക്കാം കേട്ടോ. ചിക്കൻ വറക്കാനായിട്ട് വയ്ക്കില്ല. ചിക്കൻ വറക്കാനുള്ള ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഇട്ടിട്ടാണ് ചിക്കൻ വറുത്തെടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇട്ടേക്കണതാണ് ഇത്. അപ്പോൾ അത് കട്ട കുത്തി എല്ലാം കൂടി ഇടാതെ വിടിയിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. അപ്പോൾ പിന്നെ പച്ചക്കറികളൊക്കെ അരിയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിയാൻ തുടങ്ങാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഇത് വറക്കാനിട്ടിട്ടേ ആദ്യത്തേത് വറുത്ത് ഞാൻ മാറ്റിയിട്ട് രണ്ടാമത് ഇട്ടേക്കണേ. പിന്നെ ഒരു വട്ടവും കൂടി വറുക്കാനുള്ളതുണ്ട് നമുക്ക്. പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം മഞ്ഞ കളറുള്ളതും ഉണ്ട്, പച്ചയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടി ആയതുകൊണ്ടിട്ട് ഇച്ചിരിച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാബേജൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ആ സ്പ്രിങ് ഓണിയൻ ഇല്ല കേട്ടോ, മെയിൻ സാധനം. അത് കിട്ടിയില്ല എന്നേ കടയിൽ നിന്ന്. പിന്നെ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടത് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സവോളയും അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ അടർത്തിയിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് വഴണ്ട് കിട്ടാൻ പാടായിരിക്കുള്ളൂ. അധികം വഴണ്ട് കിട്ടണ്ട, എന്നാലും അതിങ്ങനെ കട്ടിക്കായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ടേ നമുക്കിത് കൈ കൊണ്ടൊന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടർത്തി കൊടുക്കാം. കുഞ്ഞ് സവാള ആയതുകൊണ്ടിട്ടേ അധികം അങ്ങോട്ട് വലിയ ക്യൂബായിട്ടൊന്നും നല്ലപോലെ കിട്ടിയിട്ടില്ല. ഇതുപോലെ ആക്കിയെടുക്കാം. ചിക്കൻ ആദ്യം വറുത്ത് വെച്ചേക്കണതാണ് കേട്ടോ ഇത്. രണ്ടാമത് അടുപ്പത്തിട്ടേക്കണം. അപ്പോൾ ഇതേ ചിക്കൻ വറുക്കാനായിട്ട് രണ്ടാമത് ഇട്ടതാണ് ഞാനിപ്പോൾ വറുത്ത് കോരി എടുക്കണത്. അപ്പോൾ ഇനി ഒരു വട്ടവും കൂടി നമുക്ക് വറുക്കാനുള്ളതുണ്ട്. അപ്പോൾ അതും കൂടി അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വറുക്കണ പരിപാടി കഴിഞ്ഞ്. പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് പടപടാന്നും പറഞ്ഞിട്ട് എല്ലാം ചെയ്തെടുക്കാം. അമ്മ പോയപ്പോഴത്തേക്കും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ ഊണ് കഴിക്കാനുള്ള നേരമായി. അപ്പോൾ കുറച്ച് താമസിച്ച് ഞാൻ പറഞ്ഞില്ല, അമ്മ ഇരുന്നപ്പോൾ ഞാൻ അവിടെ അങ്ങനെ പോയി വർത്താനം പറഞ്ഞിരുന്ന് അമ്മനെ അവിടെ ഇരുത്തിയിട്ട് ഞാനെങ്ങനെ അടുക്കള പണിയെടുക്കാൻ വന്നപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അമ്മ പോയ ശേഷമാണ് പിന്നെ ബാക്കി പണിയിലോട്ട് കടന്നത്. അപ്പോൾ അതേ നമുക്ക് ഇനി ചിക്കനൊക്കെ വറുത്ത് മാറ്റിയ ശേഷം ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ വേറെ ചട്ടിയൊന്നും എടുത്തില്ല കേട്ടോ. ആ ചട്ടിനകത്ത് നിന്നേ കുറച്ച് ഓയിൽ അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം.
നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലോ അല്ലെ സിമ്മിലോ ഇട്ട് വെക്കരുത്. നല്ല തീ കൂട്ടി തന്നെ വെക്കണം. അപ്പോൾ കൈ എടുക്കാതെ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് തന്നെ. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ സവോളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് വാടിയൊന്നും കിട്ടേണ്ട, ആ ഒരു പച്ചപ്പൊന്നും അങ്ങ് പോയി, പച്ചപ്പും പോകരുത് കേട്ടോ. വഴണ്ടം കിട്ടാത്ത വിധത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുത്ത ശേഷം അതിലോട്ട് സോയാ സോസും ടൊമാറ്റോ സോസും ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില്ലി സോസ് ഇല്ല. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത്, ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ടിട്ടേ ഉപ്പ് നോക്കിയിട്ട് ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി ചിക്കൻ്റെയും മെയിൻ സാധനമുള്ള സ്പ്രിംഗ് ഓണിയൻ, പക്ഷേ അതില്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഒരു സുമാറുണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളതല്ല. ഇപ്പോൾ അതില്ലെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉള്ളത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതേ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിലോട്ട് കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫാക്കാം കേട്ടോ. കുറുകി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കട്ടയാകും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ പോണത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് അങ്ങോട്ട് അധികം കൂടുതൽ മൊരിയിച്ച് കളയാതെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയ ശേഷം ഇങ്ങോട്ട് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ വായിൽ വന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആ മുട്ട ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ചിക്കി ഇങ്ങോട്ട് എടുക്കാം. അപ്പം നേരിയ ഉപ്പ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരിയ ഉപ്പ് മാത്രം. അപ്പം മുട്ട അങ്ങ് വറുത്ത് മാറ്റിയ ശേഷം നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ആ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത ശേഷം അതിലോട്ട് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ മഞ്ഞ ക്യാപ്സിക്കം ഒന്നും ഞാൻ വാങ്ങാത്തതാണ് കേട്ടോ. അവിടെ കണ്ടതുകൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങനെ കണ്ടൊന്ന് വാങ്ങാൻ തോന്നിയത് കൊണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ബീൻസും ക്യാരറ്റും മറ്റേ പച്ച ക്യാപ്സിക്കം ഒക്കെ മാത്രമേ ചേർക്കാറുള്ളേ. ബീൻസും ക്യാരറ്റും ആ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഞാനൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വാടി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് മുട്ട ചിക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ചോറ് ഒഴിച്ചു കൊടുക്കാം. എന്തൊക്കെയാണ് പറയണത് അമ്മേ. ചോറ് ഇട്ട് കൊടുക്കുക. ആ ചോറൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരിത്തിരി സോയാ സോസും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി എരിവിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തേക്കണത്. എന്നാലും ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഞാൻ 1/2 കിലോ അരിയാണ് എടുത്തേക്കണത്. കറക്റ്റായിരുന്നു. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കതിലോട്ട് ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചട്ടിയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടിട്ട് തന്നെ തിങ്ങിപ്പോയി കേട്ടോ. എന്നാലും ഞാൻ ഒരു കണക്കിന് ഇളക്കിയൊക്കെ എടുത്ത്, പക്ഷേ അവിടെ ഗ്യാസ് അടുപ്പ് മൊത്തം നാശകോശമായി. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അതേ ഞാൻ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ അടിയിൽ നിന്നൊക്കെ നല്ലതുപോലെ കുത്തിയിളക്കണ്ട, അടിയിൽ നിന്നൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഇങ്ങോട്ട് എടുക്കുക. അപ്പം നമ്മുടെ അങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂട് പോയി കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. നല്ല ചൂടോടെ കൂടി തന്നെ കഴിക്കണം. അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി എല്ലാം വെച്ച് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ റെഡിയായി. എൻ്റെ പൊന്നേ, ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ അടയാളം നോക്കി കൊളമായി. ഇവിടെയൊക്കെ നീ ക്ലീൻ ചെയ്യട്ടെ. ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കിയതിൻ്റെ അടയാളമാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ പൊന്നേ, അവിടെ മുഴുവനും കൊളമായി. എനിക്ക് കണ്ടിട്ട് തലകറങ്ങിയിട്ട് വയ്യ. കാരണം നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേ നമുക്ക് ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ചോറും കറിയാണ് വെക്കണമെങ്കിൽ അത് ഇപ്പോൾ കറി അടപ്പത്താക്കിയാലും ചോറ് അടപ്പത്താണെങ്കിലും നമുക്ക് ആ നേരം കൊണ്ട്
ആ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അപ്പം അങ്ങോട്ട് കൈയോടെ കഴുകി വെക്കാം. ഇത് കൈ എടുക്കാൻ പറ്റില്ല നമുക്ക്, അപ്പോഴപ്പോഴേ ആ തീ കൂട്ടി വെച്ചേക്കണല്ലേ. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് അപ്പുറത്തേട്ട് പോകുമ്പോൾ ഇത് കരിഞ്ഞിരിക്കും. അപ്പോൾ അത് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ഉടനെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ അവിടേക്ക് ഒന്ന് ആ ചോറൊക്കെ ഉണ്ടായിരുന്നൊക്കെ എല്ലാം വടിച്ച് അവിടെ നിന്ന് മാറ്റിയ ശേഷം പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഉച്ചക്കത്തെ അടുക്കളയുമായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയത് അതാത് സ്ഥാനത്ത് വെക്കാമെന്ന് കരുതിയിട്ട് പോണേണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി നമുക്ക് പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.